ഷെയ്ൻ സ്റ്റാർട്ട് ദൂതിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 6, 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈശോ നമ്മോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുക മാത്രമല്ല, ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ തിരുമനസ്സ് ഈ ഭൂമിയിൽ നിറവേറപ്പെടണം. ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അന്നന്ന് വേണ്ടുന്ന അപ്പം ഞങ്ങൾക്ക് തരണം. എല്ലാ മതക്കാരും, വിശ്വാസമുള്ളവരാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും, അന്നത്തെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ഈ മനുഷ്യർ എല്ലാവരും തന്നെ. ഈശോ പറയുകയാണ്, അത് നിങ്ങൾ ചെയ്യണം. കാരണം അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവാണ്. ഈശോ പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയാണ്. അവിടുന്ന് ഗെത്സമനി പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണമേ. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു: ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗത്തിലുള്ള നിങ്ങളുടെ അപ്പനെ, പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് അവിടുത്തെ തിരുമനസ് പോലെ അവിടുന്ന് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. എത്രയോ മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രായോഗികമായി ഒരു കാര്യം മാത്രം ചെയ്യാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന വളരെ നിശബ്ദമായി കതകുകളടച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സ്വന്തം അപ്പനോട് സംസാരിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് നമുക്കിന്നേ ദിവസം പ്രാർത്ഥിക്കാം. അവിടുന്ന് നമുക്ക് നല്ലത് മാത്രം നൽകും എന്നുള്ള വലിയ വിശ്വാസത്തോടെ അവിടുത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.